ആരോഗ്യമുള്ള ആൾക്ക് ചിലപ്പോൾ ഒഴിവുണ്ടായിക്കോണമെന്നില്ല, ഒഴിവുള്ള ആൾക്ക് ചിലപ്പോൾ ആരോഗ്യം ഉണ്ടായിക്കോണമെന്നില്ല. ഇത് രണ്ടും കൂടി നമുക്ക് കിട്ടിയാലോ ഒരു രക്ഷയില്ല. അള്ളാഹിന്റെ മുമ്പ് രക്ഷപ്പെടുക സാധ്യമല്ല. അത് റബ്ബൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ഭയങ്കര തിരക്കാണ്. എന്തിനാ തിരക്ക്? ഈ നോക്കിയിരിക്കുകയാണ്. എനിക്ക് വേഗം പോകേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന്. ഇന്നലെ ഇപ്പോൾ വോട്ട്, അവിടെ തിരക്ക്, എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് ഇപ്പം എൻ്റെ പണി എന്താന്ന് ഇതും കുത്തി തിരിച്ചിരിക്കലാണ്. വേറെ എന്നത് പണി? ഒരു പണിയില്ല. തിരക്കിങ്ങനെ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് തിരക്കായി മാറിയിട്ടുണ്ട്. ഒറിജിനൽ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒറിജിനൽ തിരക്കുകൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട സമയം അനാവശ്യമായ ഡ്യൂപ്ലിക്കേറ്റ് തിരക്കുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം സൊസൈറ്റി. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാൻ. വ്യാഴാഴ്ച തോറും മഗ്‌രിബിന് ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ട്. ഇന്നലെ തജ്വീദിന് നിയമങ്ങളും കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെയും ഭാര്യമാരെയും കൂട്ടി വന്നോ? എല്ലാവരും വന്നോ? സ്ത്രീകൾക്ക് ഇരിക്കാൻ നല്ല സൗകര്യപ്രദമായ ഇരിപ്പിടുണ്ട്. ഒഴിവുണ്ടോ? ആരോഗ്യമുണ്ടോ? വന്നോ? 1.5 മണിക്കൂർ സമയം. സൂറത്തുൽ നബ ഇന്നലെ തുടങ്ങി. എല്ലാ വ്യാഴാഴ്ചയും മഗ്‌രിബിന് ശേഷം. ഉസ്താദെ അതിനൊഴിവില്ല. അതിപ്പോ എങ്ങനെയെന്ന് വെച്ചാൽ ആ സമയത്താണ് നമ്മൾക്ക് അവിടെ പോണ്ട്. ആ സമയം തന്നെ നോക്കി ഇനി പോവാൻ നിൽക്കണ്ട. ആ സമയം ഒന്ന് മുൻകൂട്ടി മാറ്റി വെച്ചേ. മുൻകൂട്ടി പറയുന്നതല്ലേ, ഒരാഴ്ച മുമ്പ് വ്യാഴാഴ്ച ടൈം മാറ്റി വെച്ചേ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സമയം നഷ്ടപ്പെടുത്താതിരിക്കുക, ഈമാൻ സലാമത്താക്കുക, തൗഹീദ് മുറുകെ പിടിക്കുക. പരലോകത്ത് രക്ഷപ്പെടാനുള്ള, പരലോകത്ത് നമ്മുടെ ആ പഴങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അത് രുചിയുള്ളതാക്കി തീർക്കുവാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്ത് റബ്ബിന്റെ വിളിയാളം കാത്തുകൊണ്ട് കഴിഞ്ഞുകൂടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യമുള്ള ആൾക്ക് ചിലപ്പോൾ ഒഴിവുണ്ടായിക്കോണമെന്നില്ല, ഒഴിവുള്ള ആൾക്ക് ചിലപ്പോൾ ആരോഗ്യം ഉണ്ടായിക്കോണമെന്നില്ല. ഇത് രണ്ടും കൂടി നമുക്ക് കിട്ടിയാലോ ഒരു രക്ഷയില്ല. അള്ളാഹിന്റെ മുമ്പ് രക്ഷപ്പെടുക സാധ്യമല്ല. അത് റബ്ബൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ഭയങ്കര തിരക്കാണ്. എന്തിനാ തിരക്ക്? ഈ നോക്കിയിരിക്കുകയാണ്. എനിക്ക് വേഗം പോകേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന്. ഇന്നലെ ഇപ്പോൾ വോട്ട്, അവിടെ തിരക്ക്, എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് ഇപ്പം എൻ്റെ പണി എന്താന്ന് ഇതും കുത്തി തിരിച്ചിരിക്കലാണ്. വേറെ എന്നത് പണി? ഒരു പണിയില്ല. തിരക്കിങ്ങനെ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് തിരക്കായി മാറിയിട്ടുണ്ട്. ഒറിജിനൽ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒറിജിനൽ തിരക്കുകൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട സമയം അനാവശ്യമായ ഡ്യൂപ്ലിക്കേറ്റ് തിരക്കുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം സൊസൈറ്റി. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാൻ. വ്യാഴാഴ്ച തോറും മഗ്‌രിബിന് ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ട്. ഇന്നലെ തജ്വീദിന് നിയമങ്ങളും കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്.